എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ദോശയുടെ റെസിപ്പിയാണ്. മാംഗ്ലൂർ സ്പെഷ്യൽ സർണോളി ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ടുള്ള അരി കുതിരാനായി ഇടാം. അതിനായി 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇടാം. നന്നായി കഴുകി 4 മണിക്കൂറോളം കുതിരാനായി വയ്ക്കാം. അരി നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഈ ദോശയ്ക്ക് കുറച്ചുകൂടി ചേരുവകൾ ആവശ്യമുണ്ട്. കുതിർത്ത അരി മിക്സിയിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തത് ഇടാം. അരയ്ക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ കുതിർത്തിയാൽ മതി. കുതിർത്തിയ ശേഷമാണ് അരക്കപ്പ് വേണ്ടത്. അതിനനുസരിച്ച് അവിലെടുക്കണം. 3/4 കപ്പ് തേങ്ങ, ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇടാം. അരക്കപ്പ് അധികം പൊടിയില്ലാത്ത തൈര്. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പൊടി കൂടി ഇടാം. എല്ലാം നന്നായി അരച്ചെടുക്കാം. ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം വെള്ളം ചേർത്താൽ മതി. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. എട്ട് മണിക്കൂർ പുളിക്കാനായി വെക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ ദോശ. ഇനി അടച്ചു വയ്ക്കാം. മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. നന്നായി പൊങ്ങിയിട്ടുണ്ട്. മാവ് നല്ല കട്ടിയാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ദോശമാവിൻ്റെ അളവിലാണ് മാവ് വേണ്ടത്. ഈ സമയത്ത് മാവിലെ ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കാം. തവ ചൂടായിട്ടുണ്ട്. ചെറുതായി ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഈ ദോശ കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെണ്ണ കൂടി ഇടാം. നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. എടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെയാണ് സെർവ് ചെയ്യാറ്. നല്ല കട്ടിയിൽ അരച്ച തേങ്ങാ ചട്നി ഈ ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. ചെറിയൊരു മധുരവും പുളിപ്പും എല്ലാം ഉണ്ടാവും ഈ ദോശയ്ക്ക്. വളരെ ടേസ്റ്റിയായ സർണോലി ദോശയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.